മാഷേ, കേട്ടത് മധുരം കേൾക്കാൻ പോകുന്നത് അതിമധുരം എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ അങ്ങനല്ല. പുതുവർഷമായിട്ട് ഇത് പറയുന്നത് വിഷമമുണ്ട്. കേട്ടത് ഭീകരം, കണ്ടത് ചെറുത്, കാണാൻ പോകുന്നത് അതിഭീകരം എന്ന് പറയുന്ന പോലെ എൻ്റെ സ്വാമി അയ്യപ്പ പറയുന്നത് ക്ഷമിക്കണം. ശബരിമലയിലെ കൊള്ള നടന്നിരിക്കുന്നത് നമ്മൾ വിചാരിച്ച് ഏതാനും ഗ്രാമിൻ്റെ ആണെന്ന്. ശബരിമലയുടെ സകല പ്രഭാമണ്ഡലവും അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതായത് ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിൽ വ്യാളിയുടെയും അതുപോലെ ശിവരൂപത്തിലും ഉണ്ടായിരുന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. അതുപോലെ തന്നെ പ്രഭാമണ്ഡലത്തിലെ 7 വാളി സ്വർണങ്ങൾ സമർപ്പിച്ചു. ഇതുവരെ നമ്മളത് പറഞ്ഞിട്ടില്ല. നമ്മളിതുവരെ ദ്വാരപാലകന്മാരിലും വാതിൽപ്പാളികളിലും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പ്രഭാമണ്ഡലത്തിലും അതുപോലെ ശിവരൂപം, വ്യാളി രൂപം, ഇങ്ങനെയുള്ള രൂപങ്ങളിലും ഉള്ള സ്വർണം മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ സ്വർണത്തിന് സാധാരണഗതിയിൽ ഒരു കുഴപ്പവും വരാറില്ല. സ്വർണത്തിന് കുഴപ്പമുണ്ട്, മെയിൻ്റനൻസ് വേണം. സ്വർണം തുരുമ്പിച്ചെന്നും പറഞ്ഞാണ് അവിടെയുള്ളവർ എഴുതി കൊടുക്കുന്നത്. സ്വർണം തുരുമ്പിച്ചു, സ്വർണത്തിന് തുരുമ്പായി, അപ്പോൾ അങ്ങനെ മാറ്റണമെന്നും പറഞ്ഞ് കൊണ്ടുപോയി അയ്യപ്പനെയും ദേവസ്വം ബോർഡും നാട്ടുകാരെയും ദേവസ്വം ബോർഡും ശരിക്കും മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, കൂട്ടുത്തരവാദിത്വമുണ്ട്, അവരെല്ലാം കൂടെ പറ്റിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ചെന്നെത്തുന്നത്. ജനുവരി 1 തന്നെ ഈ സംഭവം SITയിൽ സമർപ്പിച്ചതാണ്. സാധാരണഗതിയിൽ നമുക്കിത് കിട്ടാറില്ല. ആ ഇപ്പോൾ SIT കോടതിയിൽ വെളിപ്പെടുത്തിയ ഈ രഹസ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്തുവാ മാഷേ ഇത്? ഇവിടെ നേരത്തെ നമ്മൾ വിചാരിച്ച 109.243 ഗ്രാം സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അതിൻ്റെ 10 മടങ്ങ് വരും. ഇത് SIT രേഖാമൂലം വ്യക്തമായ തെളിവില്ലാതെ കൊടുക്കില്ല, കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നാണ്. ഇതിൽ ഈ പറഞ്ഞ തൊണ്ടി കിട്ടിയെന്ന് ഖേദം വേണ്ട, തൊണ്ടി കിട്ടിയില്ലെന്ന് 109.243 ഗ്രാം സ്വർണം ഇവിടെ ഇപ്പോൾ തൊണ്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച്. പക്ഷേ കിട്ടാനിരിക്കുന്നതിൻ്റെ 10 മടങ്ങാണ്. ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു മഞ്ഞുകട്ടയുടെ ഉപരിതലത്തിൽ നിന്ന് കുറച്ച് ഐസ് എടുത്ത് കൊടുത്തതുപോലെ ഉള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ദി ഐസ്ബർഗ് ഈസ് അണ്ടർനീത്ത്. അതാണിപ്പോൾ അത് നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോഴത്ര അധികമല്ല, ജനങ്ങൾ ഇത്തിരി ബോധവാന്മാരായുണ്ട്. പണ്ട് സ്വർണ്ണം പോളിഷ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ്, തിളക്കം കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വരുമായിരുന്നു. അപ്പൊ നമ്മൾ മാല ഊരി കൊടുക്കുമ്പോൾ സംഭവം ശരിയാണ്, നോക്കുമ്പോൾ അതീവ വെട്ടിത്തിളങ്ങുന്ന രീതിയിലാകും. എന്റെ ഓർമ്മ H2SO4 ആണെന്ന് തോന്നുന്നു. അതായത് നമ്മളതിന് രാജദ്രാവകം എന്ന് പറയുന്നത് സ്വർണത്തിനെ ഒരുക്കും. അത് വേറെ ഒരെണ്ണം കൂടെ ചേർക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അക്വാ റീജിയ എന്ന് പറയും. അക്വാ റീജിയ 2 എണ്ണം ചേർത്തുള്ള ഒരു മിക്സ് ആണ്. അപ്പൊ ഇത് ചെയ്ത് പറ്റിക്കുന്നത് അവര് ജീവിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ, ഇവിടെ ശബരിമലയിലെ അയ്യപ്പനെ യേശുദാസ് പാടി ഉറക്കിയതിന് ശേഷം കള്ളന്മാരെല്ലാം ഉണരുകയാണ്. അത് ദേവസ്വം ബോർഡിന്റെ അധികാരികളോ ഗവൺമെന്റിന്റെ ഹരിവരാസനം പാടി കഴിയുമ്പോൾ അയ്യപ്പൻ ഉറങ്ങും, കള്ളന്മാർ ഉണരും. അപ്പൊ ഇവര് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാലഭഞ്ചികൾ മാത്രമാണ് സാക്ഷി. അവിടെ ഈ മരപ്പാവകൾ, ഇത് ശില്പമുണ്ടല്ലോ സ്ത്രീകളുടെ, അപ്സരസുകളുടെ സാലഭഞ്ചികൾ. അപ്പോ അവർ മാത്രമാണ് സാക്ഷി. അവർ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാം കള്ളന്മാരുടെ ഗ്രൂപ്പാണ്. ഇവരിത് ഒന്നൊന്നായി അഴിച്ചെടുക്കുമ്പോൾ ഇത് ഒറ്റയടിക്ക് കൊണ്ടുപോവുകയില്ല. ഒരു സാധനം എടുത്താൽ പകരം വയ്ക്കണം. അതെ, മുക്കുപണ്ടം പണയം വെക്കുന്ന പോലെ ഓരോന്നിനും സെയിം മോഡലിലുള്ള മറ്റൊന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വെച്ച് ചോദ്യം ഇതാണ് സുഭാഷ് കപൂർ മോഡൽ. അതെ, ആ രീതിയിൽ ഇനി അവിടെ പ്രതിഷ്ഠയും നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയും, അത് എന്റെ ഓർമ്മ പഞ്ചലോഹം എന്നുള്ളതാണ്, അതും ഇളക്കിയെടുത്ത് കൊണ്ടുപോയത്. കാരണം അതിന് ആന്റിക് വാല്യൂ വളരെ കൂടുതലാണ്. അതും ഇളക്കിയെടുത്ത് കടൽ കടന്ന് ഇറ്റലിയിലെ തെരുവുകളിലെ ആന്റിക് ഷോറൂമുകളെ അലങ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നാളെ ഒരുപക്ഷെ അത്തരമൊരു ഉത്തരമായിരിക്കും മുകളിലേക്ക് SIT കൊടുക്കാൻ സാധ്യതയുള്ള എന്ന രീതിയിൽ അതിഭീകരം. അതായത് അതിഭീകരം എന്ന് പറയുന്നത്, ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഒരു അജണ്ട വെച്ചിട്ടുള്ളതാണ്. ആ അജണ്ട എന്ന് പറയുന്നത് അയ്യപ്പ സ്നേഹമല്ല സാർ. അത് അടുത്ത ഇലക്ഷനിൽ രാഷ്ട്രീയ നേട്ടമോ വ്യക്തിപരമായ നേട്ടമോ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അതല്ലായിരുന്നെങ്കിൽ
തെരുവിൽ കേരളത്തിൽ ഇത്രയും പിടിച്ചുലുക്കി ഇത്രയും ദീർഘനാളായിട്ട് ലൈവായി നിൽക്കുന്ന ഓരോ ദിവസവും പുതിയ 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 മോഷണ വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഇവിടുത്തെ UDF സംവിധാനം എന്തുകൊണ്ടൊരു സമര പരിപാടിയിലേക്ക് പോകുന്നില്ല? അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ചാനലിന്റെ മുമ്പിൽ വന്ന് നടത്തുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അവർ പോകുന്നില്ല? അപ്പോഴാണ് നമുക്ക് സോണിയാഗാന്ധിയെ സംശയിക്കേണ്ടി വരുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് സോണിയാഗാന്ധിയിൽ എത്തുമെന്നുള്ള പേടിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ പ്രക്ഷോഭം നടത്താത്ത? യെസ്. ഇനി അതിനപ്പുറം ഇവിടെ കേരളത്തില് NSSഉം SNDPയും രണ്ട് പ്രമുഖമായ സംഘടനകളാണ്, ഹിന്ദുക്കളുടെ സംഘടനകളാണ്, ഹിന്ദു ബേസ് ഉള്ള സംഘടനയാണ്. അവരുടെ നിലപാട് ഹിന്ദുക്കൾക്കും വേണ്ടി അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ആകണ്ടേ? എന്ത് ഇവരാരും പ്രതികരിക്കുന്നില്ല, ഇവരൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല സമര രംഗത്തുമില്ല. കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക ആണോ കേരളം കണ്ട ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള? ഈ തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത് പണ്ട് അക്രമികൾ ഒന്നും പേടിക്കാതെ, അതായത് എല്ലാത്തിനെയും മുച്ചൂടും നശിപ്പിക്കാനുള്ള ശേഷിയോടുകൂടി പണ്ടത്തെ, ഇപ്പോൾ നമ്മൾ ഉത്സവങ്ങളിലാണ് കാണുന്നത്, തീവെട്ടിയും പിടിച്ചുകൊണ്ട്, വെളിച്ചത്തിന് വേണ്ടി തീവെട്ടിയും പിടിച്ചുകൊണ്ട് വന്നിട്ട് കൊള്ള നടത്തും. അവരോട് ചോദിക്കാൻ ആരുമില്ല എന്നൊരു അരക്ഷിതമായ ഒരവസ്ഥ മറ്റുള്ളവരിൽ സൃഷ്ടിക്കുന്ന അതേ തന്ത്രം കേരളത്തിൽ ഇവിടെ എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ഒരു സമരവും പ്രക്ഷോഭവും പ്രതികരണവും ഇല്ലാതെ വെറും രമേശ് ചെന്നിത്തല എന്നൊരു വ്യക്തിയുടെ വാക്കുകളിലൂടെ മാത്രം ഏതാനും അക്ഷരങ്ങളോ തുമ്പുകളോ നമ്മൾ കേൾക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വാക്കുകൾ ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളായിരിക്കും. കാരണം ഈ എല്ലാവരുടെയും നിശബ്ദതയും അതീവ നിഗൂഢത തോന്നുന്നു. അതെ അതെ, ഇത് നമ്മളിപ്പോൾ കാണുന്ന ഷോറൂമാണ്. ഗോഡൌൺ മറ്റെവിടെയോ ഉണ്ട്, ഗോഡൌണിലേക്ക് ഇതുവരെ പോയിട്ടില്ല അന്വേഷണം എന്ന് വേണം പറയാൻ. അത്ര ഭീകരമായിട്ടുള്ള വേറൊരു കാര്യം മാഷിന് അറിയാവോ? അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ദേവസ്വം കമ്മീഷണർ പറഞ്ഞ കാര്യമാണ്, വിശ്വസിക്കാം, സത്യസന്ധന, കേസിൽ പെട്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹം പറയുന്നത് അവിടെ ഇതുപോലുള്ള സ്വർണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യണം. അതിൽ കൂടാണ് ഇവർക്ക് കമ്മീഷനും സ്വർണം കുറേയൊക്കെ കൈക്കലാക്കാനും അവസരം കിട്ടുന്നത്. അതിനെന്തോ ഇവർ എഴുതി കൊടുക്കുന്നത് അറിയാമോ? ഇവിടെ ഇപ്പോഴുള്ള സ്വർണ്ണ പാളികളിലൊക്കെ ഉരുമ്പരിച്ചു, അതുകൊണ്ട് അതിന് മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ഇത് എഴുതി കൊടുത്തിട്ട് നേരെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കമ്മീഷൻ അടിക്കാൻ പോകും. ഉറുമ്പ്. അപ്പോൾ ഉറുമ്പ് എന്ന് കേട്ടപ്പോൾ ഒരാൾ ചോദിക്കുകയും ഇതെന്തോ ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശർക്കര, കടും ശർക്കര യോഗത്തിൽ പ്രതിമകൾ നിർമ്മിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വർണത്തിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ വേണമെങ്കിൽ നാളെ ഇനിയും സ്വർണത്തിൽ തുരുമ്പായി എന്നും പറഞ്ഞ് മെയിൻ്റനൻസിന് എഴുതി കൊടുക്കാം. സ്വർണം എന്ന് പറയുന്നത് ഇത്രയും മൂല്യമുള്ളതാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്നുള്ളതല്ലേ? അല്ലേ? അത് അമൂല്യമായ ഒരു വസ്തുവാണ്. അതിൽ യാതൊരു മെയിൻ്റനൻസും, ക്ലാവ് പിടിക്കില്ല, തുരുമ്പ് പിടിക്കില്ല, ഉറുമ്പരിച്ചു കൊണ്ടുപോവില്ല. ഈ 3 ഗുണങ്ങളെയും ഭൗതികശാസ്ത്രത്തെ മുഴുവൻ അങ്ങ് തിരുത്തിയിരിക്കുകയാണ് ഈ ഭൗതികവാദികൾ, വിശ്വാസമില്ലാത്ത ആൾക്കാർ. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? സാർ, ദേവസ്വത്തിന് വിജിലൻസ് സംവിധാനമുണ്ട്, ഇന്റേണൽ ഓഡിറ്റ് നടത്താനും മറ്റു കാര്യങ്ങൾക്കുള്ള വിജിലൻസ് സംവിധാനമുണ്ട്. ഇവർ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചതാണ്. ദേവസ്വം വിജിലൻസ് ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം മന്ത്രിയെയാണ് അറിയിക്കുന്നത്. ദേവസ്വം മന്ത്രി ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഇത്തരം ഒരു കാര്യത്തിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ നടപടിയെടുക്കണം. നടപടിയെടുത്തില്ല ഇതിന്റെ ഉത്തരവാദി ദേവസ്വം മന്ത്രിയാണെന്നാണല്ലോ നിയമം പരമായിട്ട് നമ്മൾക്ക് കാണേണ്ടി വരുന്നത്. ആ ദേവസ്വം മന്ത്രി ഇത്തരം ക്രമക്കേടുകളെ കുറിച്ചുള്ള ആദ്യകാലത്തിലുള്ള റിപ്പോർട്ടുകളിലെല്ലാം തമസ്കരിച്ചു, അതിന്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് മടിയിൽ ഖനമില്ലാത്തവരാണെന്ന് പറഞ്ഞ് നടന്നു. അവസാനം ഇത് പുറത്തു വന്നപ്പോൾ ഗതികേട് കൊണ്ട് അന്വേഷണത്തെ കുറിച്ച് പ്രതികരിച്ചു എന്നല്ലാതെ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായില്ല. അവസാനം ഹൈക്കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അന്വേഷണം വരുന്നത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ഈ കേസിൽ കക്ഷി ചേർന്ന് ഈ കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ, CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, എന്ത് BJP-ക്കാർക്ക് ഈ നാട്ടിലെ ഒരു വലിയ പ്രശ്നത്തിൽ അവർ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പ്രക്ഷോഭം നടത്തിയവരല്ലേ, അവർക്കൊരു റോളുമില്ലേ? എന്തുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ജനശ്രദ്ധയിൽ പ്രതിഷേധമായി കൊണ്ടുവരുന്നില്ല? അല്ല, ഞാൻ ചോദിക്കുന്നത്, വിശ്വാസമുള്ള അമ്മമാർക്ക് നിങ്ങൾക്കൊരു നാമജപ ഘോഷയാത്ര നടത്തിക്കൂടെ? ഒരു സംഘടനയുടെയും പിൻബലം വേണ്ട, NSSന്റെയും വേണ്ട, SNDPയുടെയും വേണ്ട. നിങ്ങൾ എനിക്ക് പറഞ്ഞ ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരു ഇത് സഹിക്കത്തില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ശിവഗിരിയിലേക്ക് നിങ്ങൾ തീർത്ഥയാത്ര നടക്കുമ്പോൾ ചുണ്ടില് ഇതിൻ്റെ ഒരു ചെറിയ നാമം, ഇതിൽ പ്രതിഷേധിച്ചുള്ള
ഇതിൽ പ്രതിഷേധിച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം തേടിയുമുള്ള ദൈവദശകം എഴുതിയ ആളിനോടുള്ള ബഹുമാനം കൊണ്ടെങ്കിലും ഒരു നാമജപ ഘോഷയാത്രയായിട്ട് പോയി കൂടായിരുന്നോ? സാർ അങ്ങനെ ചെയ്യുകയില്ല. എന്താണെന്നറിയോ, ശബരിമല പോലെ ഒരു ക്ഷേത്രത്തെ ഭരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അല്ല. സത്യസന്ധമായി പറഞ്ഞാൽ നാനാജാതി മതസ്ഥർ ചെല്ലുന്ന ആ ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളുടെയും, അതിലിപ്പോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ ഒരു പ്രതിനിധിയായിട്ട് വന്നാൽ പോലും കുഴപ്പമില്ല എന്റെ അഭിപ്രായത്തിൽ. പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെയും ഓരോ പ്രതിനിധികൾ എന്ന രീതിയിൽ വരണം. ഇനിയിപ്പോ മുസ്ലിമിനും ക്രിസ്ത്യാനും വന്നില്ലെങ്കിൽ വേണ്ട, അവർക്ക് പരാതിയില്ലല്ലോ, ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ലെന്ന് പറയും. പക്ഷെ ഹിന്ദു സമുദായത്തിലെ പ്രബലരായ എല്ലാവരെയും ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി കൊണ്ടുവരണം. ഇവരെ ഒന്നും വിശ്വസിക്കേണ്ട മാഷെ. ആ ആദിവാസികളായിട്ടുള്ള കാനനവാസികളുണ്ട്, വനത്തിനുള്ളിൽ താമസിക്കുന്നവർ, വനവാസികൾ, അവരെ ഇതിന്റെ ചുമതലയും ഏൽപ്പിച്ചാൽ മതി. അവർക്ക് സ്വർണത്തിനോടോ പണത്തിനോടോ ഭ്രമമില്ല. അവരെ ഇത് ഏൽപ്പിക്കുക. അവരുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തികളായിട്ട് തന്നെ ഇവിടെ അവർ ഹൃദയം കൊണ്ട് ആരാധിക്കും. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഭരിച്ച് ഇരുന്നപ്പോൾ വിശ്വാസിയായ ആൾക്കാരെ, അതായത് ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരെ മന്ത്രിയാക്കുന്നതിലും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നതിലൊക്കെ അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ള വിശ്വാസികളെ കുറിച്ച് അറിയാം. എന്നാൽ തിരിച്ചു വരുമ്പോൾ വിശ്വാസികളല്ലാത്തവരെ അമ്പലത്തിന്റെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ അമ്പലത്തിന്റെ മുന്നിൽ ചെന്നാൽ കൈകൂപ്പാൻ മടിയുള്ളവരും പുണ്യാഹം കൊണ്ട് കൈ കഴുകുന്നവരും ഒക്കെ അവരുടെ പിന്നിൽ, അവരുടെ മനസ്സിൽ ഇതിനൊരു ശക്തിയുമില്ല. കാരണം എന്താണോ, ഞങ്ങൾ ഇത്രയും മോഷണം നടത്തിയിട്ടും ഞങ്ങൾ ഇത് പുഷ്പം പോലെ വീണ്ടും ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ആരും പിടിക്കുന്നില്ല, ഞങ്ങൾ ദൈവത്തെക്കാൾ വലുതാണെന്നൊരു അഹന്തയുണ്ട്. ദൈവത്തെ പരിഹസിക്കുന്നവരാണ് അവര്. പക്ഷേ ആ അഹന്തയ്ക്ക് കിട്ടിയ തിരിച്ചടി, ഈ ശാസ്താവ് റോബോട്ട് അല്ലല്ലോ, അത് കാലചൈതന്യമാണ്. ഞാൻ പറഞ്ഞ അതിന്റെ തിരിച്ചടി ഇങ്ങനെയായിരിക്കും. എല്ലാ ജാതി മതക്കാരെയും അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാം. പക്ഷേ ഈ ദൈവനിന്ദകരെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരെ അതിനുള്ളിൽ അവരുടെ കാലെടുത്ത് കുത്താൻ അനുവദിക്കരുത്. അതോടുകൂടി അമ്പലങ്ങൾ അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ വ്യാളി രൂപം കാണുന്നില്ല എന്നത് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത്. അതെ, നമ്മൾക്ക് കാത്തിരിക്കാം പുതിയ പുതിയ തട്ടിപ്പുകളുടെയും കൊള്ളയുടെയും അടുത്ത അധ്യായത്തിന് വേണ്ടി. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അതെ, തീർച്ചയായിട്ടും അയ്യപ്പൻ അതിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും, ഒരു സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.